എല്ലാം റെഡിയല്ലേ? ഞങ്ങൾ എപ്പോഴാ റെഡി. അപ്പൊ നേരെ കളക്ടറേറ്റിലേക്ക്. അതെ. ഈ യുവജന നേതൃത്വത്തിന്റെ കരുത്ത് എന്താണെന്ന് ഇന്ന് കേരളം കണ്ടറിയും. നമ്മൾ കൊണ്ടറിയോന്ന എന്റെ പേടി. മനസ്സിലായില്ല? അല്ല, ലാത്തി ചാർജ് എങ്ങാനും നടന്നാൽ ഒരു ചുക്കും സംഭവിക്കില്ല. നമ്മൾ ദണ്ഡിയാത്രയൊന്നല്ലോ പ്ലാൻ ചെയ്യുന്നത് മുൻനിരയിൽ നിൽക്കാൻ. നമ്മൾ പിന്നിൽ നിൽക്കുന്നു, അണികളെ മുന്നേറ്റുന്നു. അല്ല, ഇപ്പൊ നേതാക്കന്മാരെ തിരഞ്ഞുപിടിച്ച് ചെല്ലണ കാലാണ്. പേടിപ്പിച്ച് ആവേശം കളയാതെ കമോൺ. ഇതെന്ത് പറ്റി? മോർണിംഗ് വാക്ക് ബുള്ളറ്റിലാക്കി. ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ആ പാതി വഴിക്കേണ്ട മാമ്പഴക്കാലത്തിലേക്കുള്ള ഒരു അന്വേഷണം ആയിരിക്കും. ആണെങ്കിൽ അല്ല, രണ്ടും കൂടെ ഒരുമിച്ച് ഒരു ഒറ്റ പന്തലിൽ വെച്ചാകാമായിരുന്നു. നമ്മുടെ പട്ടാളക്കാരെ ലാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് ഒരു സൂചന കിട്ടി, അതുകൊണ്ട് പറഞ്ഞ. അത് പേടിച്ചിട്ടാവും. വിത്ത് കോറാസ്. ഈ ഇറക്കം കളക്ടറേറ്റിലേക്കാ. കണ്ടാത്തോന്നും സെക്രട്ടേറിയറ്റിലേക്കാണ്. സെക്രട്ടേറിയറ്റിലേക്കുള്ള ചവിട്ടുപടിയാണ് ഈ കളക്ടറേറ്റ് മാർച്ച്. പോലീസുകാരെല്ലാം കൂടി ഈ ശരീരത്തെ ചവിട്ടി പഠിക്കാതെ നോക്കണേ അനിയാ. എന്നാലേ ഏട്ടൻ നോക്കിക്കോ, ഇന്ന് 2-1 നടക്കും. എടാ, ഈ 1-2 നടത്താൻ നീ എന്തിനാ കളക്ടറേറ്റ് പഠിക്കാൻ പോകുന്നത്? ഇവിടെ നല്ല യൂറോപ്യൻ ക്ലോസറ്റ് ഇല്ലേ? ആ വിട്ടോ, മാർച്ച് വൈകിക്കണ്ട, ഏപ്രിൽ മെയ് ഒക്കെ കയറി വരും. പിന്നെ ഏട്ടൻ്റെ ഒരു ഗസ്റ്റ് ഉണ്ട് അകത്ത്. ഗസ്റ്റോ? ഒരു ഗൾഫുകാരൻ സുഹൃത്ത്. എടാ, നമ്മുടെ സുലൈമാൻ അല്ലേ? അവൻ ഇപ്പോഴും നിനക്ക് ഗസ്റ്റാ? അത് ഗോസ്റ്റ്, ഇത് ഗസ്റ്റ്. അതായത് കമോൺ. അല്ല, ഇവിടെ പറഞ്ഞ ജോസോ. 6 മാസം കഴിഞ്ഞ ലീവ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നീ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? അപ്പന് പ്രഷർ കൂടി ബാത്റൂമിൽ തലചുറ്റി വീണു. ഉടനെ വരണമെന്നും പറഞ്ഞ് ഫോണിൽ കൂട്ടക്കരച്ചില്. പിന്നെ നമുക്കൊക്കെ ഇവിടുന്ന് അങ്ങോട്ടാണല്ലോ അറിയിപ്പുണ്ടാവും. ലഗേജ് ഒക്കെ ഇതേ ഉള്ളൂ. അത് പിന്നെ വീട്ടുകാർക്ക് ഇവിടുന്ന് വാങ്ങിച്ചാലും അവിടുന്ന് വാങ്ങിച്ചാലും ഒരുപോലെ അല്ലേ. നാട്ടില് ഗൾഫ് ബസാറുകൾ മുഴത്തിനല്ല ചന്ദ്രേട്ടാ. ഇതിപ്പോ എവിടെന്നാ വാങ്ങിച്ചത്? പെട്ടെന്നുള്ള വരവായതുകൊണ്ട് ചന്ദ്രേട്ടനെ കണ്ടിട്ടങ്ങ് പോവാന്ന് വിചാരിച്ചു. നീ ഇരിക്കേ. ചന്ദ്രേട്ടാ, അവിടെ ഒരു വിശേഷം ഉണ്ടായിരുന്നു. എന്താടാ? ഒരു അറബിച്ച് കല്യാണം. നമ്മുടെ മലപ്പുറത്ത് ഹൈദരാലി ഇല്ലേ, നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നിൽക്കണേ, അവൻ ഒരു അറബിയുടെ ഭാര്യനെ അടിച്ചു മാറ്റി മലേഷ്യക്ക് പറഞ്ഞെന്ന്. പണ്ട് അറബികൾ ഒരുപാട് ബീവിമാരെ ഇവിടുന്ന് അങ്ങോട്ട് അടിച്ചു മാറ്റിയതല്ലേ? വിതച്ചത് കൊയ്യട്ടടാ. കൊയ്യട്ടെ. തിരിച്ചു ചെന്നിട്ട് വേണമെന്ന് മലേഷ്യക്ക് പറക്കാൻ. ജോസേ, എൻ്റെ ഒരു യോഗേ, ഗൾഫിൽ നിന്ന് വരുമ്പോഴും കടം വാങ്ങിച്ചിട്ട് വേണം വീട്ടിൽ പോകാൻ. കാലം ഒരുപാടായി കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട്. എന്നിട്ടിപ്പോഴും എടാ, എല്ലാവരുടെയും കഷ്ടപ്പാട് കണ്ട് ഈ സാധനം വീതിച്ചു കൊടുക്കാൻ ഈശ്വരന് സമയമില്ലാത്തതുകൊണ്ടാവും ചിലരുടെ കയ്യിൽ ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ കണ്ടാ മതി. മതിയായില്ലെങ്കിൽ വിളിച്ചോ, ഇവന്റെ അടുത്ത് കൊടുത്തു വിടാം. ഉച്ചഭക്ഷണം കഴിച്ചിട്ട് പോകാൻ നിർബന്ധിക്കുന്നില്ല. വീട്ടിലെല്ലാരും കാത്തിരിക്കായിരിക്കും നിന്നെ. ചെല്ലേ. പോട്ടടാ. എനിക്ക് അവനോടുള്ള കടപ്പാടിന് മുമ്പിൽ കടമെന്ന് അവൻ പറഞ്ഞ ആ വാക്കാണ് കടം. ഹലോ, വിളിക്കാം. ചന്ദ്രേട്ടാ, ഫോൺ. വീട് വലുതായുള്ള കുഴപ്പം ഏതാ? ഇവന്മാർക്ക് മൊബൈലിൽ വിളിച്ചൂടെ? ഹലോ, അതെ. തല്ലോ ഗണേശനെയാ? എവിടെ? നായിന്റെ മോനെ, ഏട്ടനെ 4 ദർഹമും കൂട്ടിപ്പിടിച്ച് ഇനി എങ്ങാൻ അവിടെ പിറകെ വന്ന വലിച്ച് കീറും കേശവൻ. എന്നെ കൊന്നാലും ശരി, ഞാൻ അവളെ കെട്ടും. നീ അവളെ കെട്ടുവല്ലടാ. ചെറ്റെ, രാഷ്ട്രീയം കളിച്ചു കിടക്കണ നിന്നെ പോലെ ഒരു പീറയ്ക്ക് അവളെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടല്ലടാ കേശവൻ ബോർഡറിൽ പോയി കാവൽ നിൽക്കണേ. നീ എന്തിനാ തല്ലണേ? അത് ചോദിക്കാൻ നീ ആരാ? ഈ വലിപ്പം വരെ ഇവരെ തീറ്റിപ്പോറ്റിയത് ഞാനാ. ഓ, അപ്പൊ ഇതാണ് ആ ഏട്ടൻ, പുത്തൻ പണക്കാരൻ. എന്നാ കേട്ടോ, തൂപ്പുകാരനാണെങ്കിലും സർക്കാരിന്റെ ശമ്പളം വാങ്ങുന്നവനെ ഞാൻ അവളെ കൊടുക്കൂ. അല്ലാതെ നിന്നെ പോലെ നക്കാപ്പിച്ച ദർഹമും സമ്പാദിച്ച് സ്പ്രേയും പത്രാസും കാണിച്ച് നടക്കണ ഒരു ഗൾഫുകാരന്റെ കുടുംബത്തിലേക്ക് അവളെ പറഞ്ഞു വിടണമെങ്കിൽ കേശവൻ വേറെ ജനിക്കണം. അങ്ങനെയാണെങ്കിൽ കേശവ, നീ പോയി വേറെ ജനിച്ചിട്ട് വാ. ആ കുട്ടിയെ കെട്ടാൻ തൂപ്പുകാരനല്ല, സാക്ഷാൽ ജില്ലാ കളക്ടർ വന്നാലും നീ കൊടുക്കില്ല. അവളങ്ങനെ മൂത്ത് നരച്ച് വീട്ടിൽ നിൽക്കണം. അതാ നിന്റെ ഉദ്ദേശം. എന്താടോ, ഈ നാട്ടിൽ പ്രേമിക്കാൻ അവകാശമില്ലേ? ദാ, ഇവൻ അവളെ ഇഷ്ടമാണെങ്കിൽ, അവൾക്ക് ഇവനെ ഇഷ്ടമാണെങ്കിൽ അത് നടത്തും. അതിനിടയ്ക്ക് ചേച്ചിയുടെ നായരല്ല, ഏത് അപ്പൻ തടസ്സം നിന്നാലും നടത്തും ചന്ദ്രൻ. നീ നടത്തുവല്ലടാ.
എന്താടാ ചെറ്റെ ഗൾഫുകാരനൊരു കുറവ്? നീയൊക്കെ കാവലിരിക്കുന്ന ഈ രാജ്യത്തിന് ഇക്കാണുന്ന സകല സൗഭാഗ്യങ്ങളും ഉണ്ടായത് ഞങ്ങളെ പോലുള്ള ഗൾഫുകാരുടെ കണ്ണീര് കഷ്ടപ്പാടും കൊണ്ടാ. അങ്ങനെയുള്ള ഒരു ഗൾഫുകാരന്റെ കുടുംബത്തിലേക്ക് നിനക്ക് നിന്റെ ഭാര്യയുടെ അനിയത്തെ പറഞ്ഞയക്കാൻ അറപ്പാ അല്ലടാ? കേറ വണ്ടിയില്. വിളിക്കാവളെ. കവിതേ, കവിതേ. ഞാൻ ചന്ദ്രൻ, പുരമനയിൽ ചന്ദ്രൻ. ഇവന്റെ ഏട്ടനാ. ഇവര് തമ്മിൽ ഇഷ്ടപ്പെട്ടതിന്റെ പേരില് ആമ്പിള്ളാരില്ലാത്ത ഈ വീട്ടിൽ നിന്ന് സംബന്ധം കൂടി ഭരണം നടത്തുന്ന നിങ്ങളുടെ മൂത്ത മോളുടെ ഭർത്താവ് കാട്ടിക്കൂട്ടി അന്യായം ഇത്. ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ തല്ലിയിട്ടില്ല ഇവനെ. അപ്പൊ അതിന്റെ വാസ്തവം എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നതാ. തനിക്ക് ഇഷ്ടമാണോ ഇവനെ? ഇഷ്ടാണ്. എന്നാ വന്ന് വണ്ടി കയറ്. മോളെ വേണ്ട, തടയണ്ട. എന്റെ കുടുംബത്തിൽ ഒരു കുറവും വരില്ല നിങ്ങളുടെ മകൾക്ക്. ആർക്കും എപ്പോ വേണേലും കയറി വരാം, ആരും തടയില്ല. ഈശ്വര. മാല എവിടെയാ മാല? ഇവിടെ തരാം. ആ നന്നായി വരട്ടെ. അമ്മാവിന്റെ കാല് തൊട. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നന്നായി വരും. ഇപ്പോഴാണ് ആശ്വാസമായത്. അനിയത്തിമാരെയൊക്കെ കല്യാണം കഴിപ്പിച്ചയച്ച ഒരു വലിയേട്ടന്റെ ആശ്വാസം. പക്ഷെ ഇതിനൊരു വെറൈറ്റി ഉണ്ട്. ഒക്കെ അനിയന്മാരാ. എടാ ഒന്ന് ചിരിക്കടാ, ഒരു കോമഡി പറഞ്ഞു. സേതു, മധുര പലഹാരത്തിൽ ഒതുക്കണ്ട, കാര്യങ്ങളൊക്കെ ഉഷാറായിക്കോട്ടെ. ശരിയേട്ടാ. ഇനിയാ സർക്കാർ ആഫീസാണ്. സീർട്ട് വിളിച്ച പോലീസ് പിടിക്കും. അന്ന് നമ്മളെ തന്നെ നോക്കിയിരുന്നില്ലേ ആ അങ്കിള്? ശങ്കരൻ മാഷിന്റെ? അതെ. എന്നെ മനസ്സിലായി കാണില്ല. ഞാൻ ചന്ദ്രൻ, രാഘവ മാഷിന്റെ. ഇന്നെന്റെ അനിയന്റെ കല്യാണമാണ് കഴിഞ്ഞു. ഭാര്യ മക്കളൊക്കെ? എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലേ? ഇയാള്? മോള്. ഭർത്താവ് മരിച്ചു. ഇവിടെ? എന്റെ അച്ഛന്റെ തറവാട് മോളുടെ പേരിലേക്കും കൂടി ആക്കാൻ ഒരു രജിസ്ട്രേഷന് വേണ്ടി വന്നതാ. നീ ഇവിടെ നിൽക്കുക, അവിടെ എല്ലാരും അന്വേഷിക്കണോ? അമ്മേ, ഇത് ശങ്കരൻ മാഷിന്റെ മോള്. അമ്മ പറഞ്ഞ ശരിയാ, ഇത് മകളാ. അപ്പൊ ശരി. ആഹാ, മോൾ ഉറങ്ങിയില്ലേ ഇതുവരെ? മമ്മ, ആരാ ആങ്കിള്? ഏതങ്കിള്? ഇന്ന് നമ്മൾ കണ്ടില്ലേ കാലത്ത്, അന്ന് നമ്മളെ തന്നെ നോക്കിയിരുന്ന ആ അങ്കിള്. ആ, ഏതോ ഒരു അങ്കിള്. മോള് വേഗം കിടന്ന് ഉറങ്ങ്.
എന്താ മാഷെ ഇതൊക്കെ? പ്രേമലേഖനങ്ങള് മാസ്റ്റർ മോൻ ചന്ദ്രൻ എന്റെ മോൾക്ക് കൊടുത്തതാ. ലക്ഷ്മി, അവനെ വിളിക്കേ. ഇതിനും വേണ്ടിട്ടല്ല ഞാൻ എന്റെ മോളെ പഠിപ്പിക്കാൻ അയക്കണത്. അമ്മയില്ലാത്ത കുട്ടിയാ. ആണും പെണ്ണും ആയിട്ട് ഒന്നേ ഉള്ളൂ എനിക്ക്. ചന്ദ്ര, എന്താണ് ഇതൊക്കെ? ഇത്രയും കാലത്തിനിടയ്ക്ക് അച്ഛനോട് മോഹം കറുത്ത് ആരും സംസാരിച്ചിട്ടില്ല. നീ കാരണം അതുണ്ടായി. നിന്നെ ഞാൻ വെച്ചേക്കില്ല. അച്ഛന്റെ മാനം കെടുത്ത. വേണ്ട, ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഇനി ഉപദേശിച്ചാലും തല്ലിയാലും ഒന്നും നന്നാവില്ല. നിർത്തി. പഠിപ്പിക്കലും നിർത്തി, പഠിക്കലും നിർത്തി. ഞാൻ എന്റെ മോളെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോവുക. മാഷെ, മാഷെ, മമ്മ ഉറങ്ങിയോ? ഇല്ല. മമ്മ എന്നോട് കള്ളം പറഞ്ഞതാ. എന്ത്? മമ്മയ്ക്കറിയാം ആ അങ്കിളിനെ. ഇല്ല, അറിയില്ല. അറിഞ്ഞാലില്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല. ആ നോട്ടം എനിക്കത് ഇഷ്ടമല്ല. ഹായ് ചന്ദ്ര, എന്നാ പോണേ? ഉടനെ പോകാതിരിക്കാൻ വേണ്ടി ഈ ഓട്ടം. അല്ല, അവനെവിടെ? തിരിച്ച് വീട്ടിലേക്ക് ഓടിയോ? ആ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അവൻ എവിടെയെങ്കിലും പറഞ്ഞു എന്നാൽ അവൻ ഇന്ന് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. ഓ, ആ, അയ്യോ പാവം, ഓടിയെത്താഞ്ഞിട്ടാണ്. ഞാനിത് അങ്ങോട്ട് പറയാൻ നിൽക്കുകയായിരുന്നു. ഏത്? ഇന്ന് ഇത്രയും മതി, ബാക്കി നാളെ ഓടാന്ന്. എന്തൊരു മനപ്പുറത്തല്ലേ? അല്ല, അത് ഉണ്ടാവും. ഒന്നുമില്ലെങ്കിൽ നമ്മളൊക്കെ ഒരേ ചോരയല്ലേ ഏട്ടാ? അങ്ങനെ ഇപ്പൊ ചോരണ്ട, അങ്ങോട്ട് ഓടാ. അയ്യോ, നീ എന്താ കിതയ്ക്കുന്നത്? അത് എടാ, പിന്നെ- നേരത്തെ ഉറങ്ങിയാലേ നേരത്തെ ഉണരാൻ പറ്റൂ. നീ ഉറങ്ങിയതിന്റെ കുഴപ്പാ. എന്താണ്? ഹണിമൂൺ ഹണിമൂൺ. വേണ്ട. ആ. എന്താ മോളെ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? അന്ന് എന്തിനാ ഞങ്ങൾ തന്നെ നോക്കിയിരുന്നത്? എന്ന്? വേണ്ട, ഇന്നലെ കണ്ടു നോക്കുന്നത്. എനിക്കത് ഇഷ്ടമല്ല. ഇനി എന്റെ മമ്മയെ കാണരുത്. എനിക്കത് ഇഷ്ടമല്ല. ഇഷ്ടമല്ല വെച്ചാ ഇഷ്ടമല്ല. ഇനി ഇനി എന്റെ മമ്മയെ കണ്ട മമ്മ ഏയ്, മോളെ. എന്റെ മോള് കാഷ്വാലിറ്റിയിൽ. മോളെ മമ്മ പേടിക്കണ്ട, എനിക്കൊന്നുമില്ല. എന്തിനാ മമ്മിയോട് പറയാതെ പോയി? അതുകൊണ്ടല്ലേ മോക്കിങ്ങനെ. ഒന്നുമില്ല മമ്മ, എനിക്കൊന്നുമില്ല. ഇപ്പൊ നോർമലാ. ആ ക്ഷീണം ഒന്ന് മാറാൻ വേണ്ടി ഒരു ഡ്രിപ്പ് കൊടുത്ത് കിടത്തിയതാ. മാഡം വരൂ, ഇരിക്കൂ. നിങ്ങൾ ബാംഗ്ലൂരിലാണെന്ന് മോള് പറഞ്ഞു. അതെ, മോൾക്ക് വെക്കേഷൻ ആയതുകൊണ്ട്. അവിടെ വെച്ച് ഇങ്ങനെ പതിവുണ്ടോ? ഐ മീൻ, ഇതുപോലെ ഇതിനു മുമ്പും? നേരത്തെ പലതവണ ഉണ്ടായിട്ടുണ്ട്. 3-4 വർഷത്തിനിടയ്ക്ക് ഇങ്ങനെ ഇത് ആദ്യമായിട്ടാ. മോൾക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ, അതായത് വല്ല വഴക്കോ, എന്തെങ്കിലും സാധനത്തെ ചൊല്ലിയുള്ള തർക്കമോ, അതുമല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ ഇടപെടലോ, അങ്ങനെ വല്ലതും? എന്റെ അറിവിലില്ല. അല്ല, അബോധാവസ്ഥയിലും മോൾ ഇഷ്ടമില്ല എന്ന് പറയുന്നത് പല പ്രാവശ്യം കേട്ടു. സംതിങ് ഹാസ് അഫക്റ്റഡ് ഹർ മൈൻഡ് ഡീപ്ലി. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഒരുതരം മെന്റൽ ടെൻഷൻ കൊണ്ടുണ്ടാകുന്ന അസുഖമാണിത്. അതുകൊണ്ട് ഇത് ആവർത്തിക്കാതെ നമ്മൾ നോക്കണം.
ഇപ്പൊ എങ്ങനെയുണ്ട്? ഇനിയും ഇങ്ങനെ ആവർത്തിച്ച ചിലപ്പോ എനിക്ക് എന്റെ മോളെ പോലും നഷ്ടപ്പെടും. അതുകൊണ്ട് പ്ലീസ് കാണരുത്, കൺമുമ്പി വരരുത്. അതെന്റെ മോൾക്ക് ഇഷ്ടമല്ല. മോൾക്ക് ഇഷ്ടമല്ലാത്തതൊന്നും എനിക്കും ഇഷ്ടമല്ല. ഞാനല്ല, മോളാണ് എന്നെ കാണാൻ. ആയിരിക്കാം, ശരിയാണ്. പണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോ എനിക്ക് എന്റെ മോളാ വലുത്. അതുകൊണ്ട് ഇനി കാണരുത്. ഇല്ല,